രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 22. ഖരൻ യുദ്ധത്തിന് പുറപ്പെടുന്ന കഥാഭാഗം ഈ സർഗത്തിൽ വർണ്ണിക്കുന്നു. ശൂർപ്പണഖ ഇപ്രകാരം നിന്ദിച്ചു പറഞ്ഞപ്പോൾ ശൂരനും ദുഷ്ടനുമായ ഖരൻ രാക്ഷസന്മാരുടെ മധ്യത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു: നിനക്ക് വന്നു ചേർന്ന മാനക്കേടിനാൽ എൻ്റെ കോപം വേലിയേറ്റത്തിൽ ക്ഷോഭിച്ച കടൽ പോലെ തടുക്കാൻ സാധിക്കുന്നില്ല. രാമന് അല്പായുസ്സേ ഉള്ളൂ. ദുർനടപ്പുകൾ കാരണം ഇവൻ ഉടനെ വധിക്കപ്പെടും. ശൂർപ്പണഖേ, നീ കണ്ണീരൊഴുക്കേണ്ട, ഭയപ്പെടേണ്ടതില്ല. ഞാൻ രാമനെ അനുജനോടുകൂടി യമപുരിയിലേക്ക് അയക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വെൺമഴ കൊണ്ട് വെട്ടേറ്റ് മരിക്കാറായി കിടക്കുന്ന രാമൻ്റെ ചുടുചോര നിനക്ക് കുടിക്കാം. ഖരൻ്റെ വാക്കുകൾ കേട്ട് ശൂർപ്പണഖ സന്തോഷിച്ചു. ഖരൻ ദൂഷണൻ എന്ന സേനാധിപതിയോട് കൽപ്പിച്ചു: ബലശാലികളും യുദ്ധത്തിൽ പിന്തിരിയാത്തവരുമായ 14,000 രാക്ഷസന്മാരെയും വിളിച്ച് തയ്യാറാക്കൂ. സർവസന്നാഹങ്ങളും തയ്യാറാക്കൂ. എൻ്റെ രഥത്തെയും ചാപങ്ങളെയും ബാണങ്ങളെയും ഖഡ്ഗങ്ങളെയും കൂർത്ത വേലുകളെയും സന്നദ്ധമാക്കുക. രാക്ഷസ പ്രമുഖന്മാരുടെ മുന്നിൽ ഞാൻ തന്നെ നിൽക്കാം. ശ്രീരാമനെ ഞാൻ തന്നെ വധിക്കുന്നതായിരിക്കും. ദൂഷണൻ പറഞ്ഞു: പ്രഭോ, അങ്ങയുടെ തേര് എത്തിയിരിക്കുന്നു. പൊൻചക്രങ്ങളുള്ളതും തങ്കം കൊണ്ട് നായാമത്സ്യം, പുഷ്പം, മരങ്ങൾ, മലകൾ, ചന്ദ്രൻ, സൂര്യൻ, മംഗളദർശനങ്ങളായ പക്ഷി സമൂഹങ്ങൾ എന്നിവയുടെ ചിത്രവേലകൾ ചെയ്യപ്പെട്ടതും മണികൾ കെട്ടി അലങ്കരിക്കപ്പെട്ടതും നല്ല കുതിരകൾ പൂട്ടിക്കെട്ടപ്പെട്ടതും ആയ ആ രഥത്തിൽ അമർഷത്തോടെ ഖരൻ കയറി. ഭീമചാപങ്ങൾ, ഭയങ്കരങ്ങളായ കവചം, ധ്വജം എന്നിവയോടുകൂടിയ രാക്ഷസന്മാരെ നോക്കി സന്തോഷത്തോടുകൂടി നടക്കുവിൻ എന്ന് ഖരൻ ആജ്ഞാപിച്ചു. പട്ടിശകൾ, ശൂലങ്ങൾ, കോടാലികൾ, ഖഡ്ഗങ്ങൾ, തോമരങ്ങൾ, വേലുകൾ, പരിഘകൾ, ഗദ, വാൾ, ഇരുമ്പുലക്ക എന്നിവയും വജ്രായുധങ്ങളും ഏന്തിയ 14,000 അസുരന്മാർ തയ്യാറായി നിന്നു. രാക്ഷസന്മാർ അതിവേഗത്തിൽ ഓടിത്തുടങ്ങി. ഖരൻ്റെ രഥവും അവർക്ക് പിന്നിലായി പുറപ്പെട്ടു. സാരഥി ഖരൻ്റെ അഭിപ്രായത്തെ അറിഞ്ഞ് കുതിരകളെ വേഗത്തിൽ ഓടിച്ചു. വേഗത്തിൽ പോകുന്ന ആ രഥത്തിൻ്റെ ശബ്ദം ദിക്കുകളിലും വിദിക്കുകളിലും മുഴങ്ങി. ശത്രുവധത്തിന് ബന്ധപ്പെടുന്ന ഖരൻ കോപാവേശം പൂണ്ടവനായി യമനെപ്പോലെ, കൽമാരി പൊഴിക്കുന്ന മേഘം എന്ന പോലെ ഗർജിച്ചുകൊണ്ട് വേഗമാകട്ടെ, വേഗമാകട്ടെ എന്ന് സാരഥിയെ തിടുക്കപ്പെടുത്തി. ആരണ്യകാണ്ഡത്തിൽ 22-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ.